ഇന്നത്തെ പ്രദർശനം കഴിഞ്ഞോ? തിരക്കിട്ട ജോലിയിലാണല്ലോ. വല്ലപ്പോഴും ഇതൊക്കെ ഒന്ന് തൂത്തു തുടച്ച് വച്ചാലെന്താ? അതെങ്ങനെയാ? എന്താ? അല്ല, ഇത് മോഹൻലാലിനും മമ്മൂട്ടിക്കും കിട്ടുന്ന അവാർഡാണല്ലോ എന്ന് പറയായിരുന്നു. രാത്രി ആവാറായി, ഞാൻ പോട്ടെ. മുത്തശ്ശി കാത്തു നിൽപ്പുണ്ടാവും. അല്ല, പണിയൊക്കെ നേരത്തെ കഴിഞ്ഞോ? ഭവതി ആള് കൊള്ളാവല്ലോ. അതെ, ഉച്ചയ്ക്ക് തുടങ്ങിയതാ. സാറ് സിനിമാശാലയിൽ കയറി വാതിലടിച്ചോണ്ടാ. അപ്പൊ ഇന്ന് സ്കൂളിൽ പോയില്ലേ? ആ പീര് സ്കൂളിലൊന്നും പഠിപ്പിക്കുന്നില്ലെന്നേ. ബോറ്. സത്യം പറ തുളസി, ഇന്നെന്തേ സ്കൂളിൽ പോകാഞ്ഞേ? കൃത്യമായി ഫീസ് അടയ്ക്കണ്ടേ? പറഞ്ഞു പറഞ്ഞ് അവരും അടുത്തു. കേട്ട് ഞാനും. ഇന്നെന്നെ ഇറക്കി വിട്ടു. ആ, ഞാൻ പോട്ടെ. നാളെ കാണാം. ഹലോ വിശ്വംഭരൻ, ഇത് ഞാനാണ്. നിങ്ങളോ? എഴുത്തെങ്ങനെ പുരോഗമിക്കുന്നു? നന്നാവുന്നുണ്ട്. പിന്നെ എന്നാ ശരി, എഴുതി കഴിഞ്ഞു വിളിക്ക്. വെച്ചോടെ ഞാൻ. എഴുത്ത് ഈ ആഴ്ചയോടെ തീരും. പിന്നെ എനിക്ക് കുറച്ച് പണം കൂടെ വേണമായിരുന്നു. എന്റെ മാഷേ, ഇനി ഒരു രക്ഷയില്ല. ഇന്നത്തെ കാലത്ത് ഒരു പുസ്തക പ്രകാശനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ റിസ്ക് പിടിച്ച പരിപാടിയാണ്. പണ്ടങ്ങാണ്ട് പുരാണ സിനിമയിൽ നായകനായ നിങ്ങളുടെ ആത്മകഥയ്ക്ക് എവിടാ മാർക്കറ്റ്? പിന്നെ മാഷിന്റെ അവസ്ഥ പറഞ്ഞോളൂ. പിന്നെ അല്പം എരിവുള്ള കഥകൾ ചേർക്കാൻ മറക്കണ്ട. സിനിമാക്കാർക്കാണോ അതിന് പഞ്ഞം? ഏത് തുളസി, എന്തോ മതി കളിച്ചത്, വന്ന് നാമം ജപിക്ക്. നാരായണ 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 നാരായണ. തുളസി, വന്ന് നാമം ജപിക്കൂ കുട്ടി. നാരായണ 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 നാരായണ. എന്താ സാർ, അവാർഡിന്റെ ഭംഗി ആസ്വദിക്കാണോ? താനോ? സ്വർണം പൂശിയ ശില്പത്തിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാ. അപ്പൊ കലയിലും മായം ചേർന്നിരിക്കുന്നു. താൻ ഇരിക്കി. ഞാൻ വന്നത് കാര്യങ്ങൾ കുറച്ചൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നു. സാറിൻ്റെ മക്കൾ. എനിക്ക് മക്കളില്ല. അതറിയാം. നിങ്ങളുടെ ഭാര്യയുടെ രണ്ടാം വിവാഹത്തിലുള്ള മക്കൾ കേസ് ഒത്തുതീർപ്പാക്കുന്നതുവരെ വീടിൻ്റെ കൈവശാവകാശം താങ്കൾക്ക് കിട്ടുമെന്ന് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുകയാണ്. അല്പം സീരിയസ് ആണ്, നമ്മൾ ആഞ്ഞു പിടിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? എത്തിക്കാമെന്ന് പറഞ്ഞ കാശ് ഇതുവരെ എത്തിച്ചിട്ടില്ല. അടുത്ത ആഴ്ചയാണ് കേസിൻ്റെ വിധി. എനിക്കും പരിമിതികളുണ്ട്. കാശ് കിട്ടിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. പുറത്തിറങ്ങി തെണ്ടേണ്ടി വരും. ഈ വീട് മാത്രമേ സ്വന്തമായിട്ടുള്ളൂ എന്ന് ഓർക്കണം. സിനിമ ആടാണെന്ന് പറഞ്ഞാലൊന്നും കോടതി അംഗീകരിക്കില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഉദയായു മെറിലാൻഡ് സിനിമ നിർമ്മിക്കുന്നത് കച്ചവട സാധ്യത നിലനിർത്തിക്കൊണ്ടാണ്. അത് നന്നായി അറിഞ്ഞയാളാണ് കുഞ്ചാക്കോ. 1948 ഞാൻ ആദ്യമായി കുഞ്ചാക്കോയെ കണ്ടുമുട്ടുന്നത്. കൃത്യമായി പറഞ്ഞാൽ ആലപ്പുഴയിൽ വച്ചാണ് ആ കൂടിക്കാഴ്ച സാധ്യമായത്. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. നിന്നോടാ പറഞ്ഞു ഇറങ്ങിപ്പോ. ഈ തള്ള ഞാൻ മാറി നിക്കടി. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വരരുതെന്ന്. കടക്കപ്പുറത്ത് നീ എന്ന് ഇവിടെ സംരക്ഷിക്കാൻ നോക്കണ്ടേ? എന്റെ കുട്ടിയെ ഉപദ്രവിക്കാതൊന്ന് പോ. നീ അധികം സന്തോഷിക്കൊന്നും വേണ്ടീ. എന്റെ പേര് രഘു എന്നാണ്. ഇനി ഞാൻ കൊണ്ടുപോയിക്കൂടി. പോടാ. ഈ തള്ള ഞാൻ ഒറ്റ
ഭഗവാനെ കാത്തോളണേ. ആ മുത്തശ്ശിയുടെ ഭഗവാൻ ദർശനം കഴിഞ്ഞോ? ഇന്നാള് അപ്പുറത്തെ വീട്ടിലെ ടിവിയിൽ സാറിന്റെ സിനിമ ഉണ്ടായിരുന്നു. സാർ ശിവനായിട്ട് അഭിനയിച്ചത്. അത് കണ്ട് സാറ് സാക്ഷാൽ ഭഗവാനാണെന്നാ മുത്തശ്ശി എല്ലാവരോടും പറഞ്ഞത്. സാറിന്റെ എല്ലാ സിനിമയുടെ പേര് മുത്തശ്ശിക്ക് അറിയാം. ഇപ്പൊ അവർക്ക് മാത്രമേ എന്നെ ഓർമ്മയുള്ളൂ. അതുപോട്ടെ, തുളസി ചായ കുടിച്ചോ? ഉം. ഏതായാലും സ്കൂൾ വരെ ഒന്ന് പോയി നോക്കാം. ഇന്ന് ദീപ ടീച്ചർ ക്ലാസ്സാ. ബാക്കി ചായ ഫ്ലാസ്കിൽ ഒഴിച്ചേക്ക്. ഇന്നത്തേക്കിനി ഒന്നും വേണ്ട. ഒരുപാട് എഴുതാനുണ്ട്. മോള് വൈകുന്നേരം വന്നാൽ മതി. ഇന്ന് ദീപ ടീച്ചർ ക്ലാസ്സാ. അത് കളയുന്നത് മണ്ടത്തരമല്ലേ? ഇതെന്ത് പറ്റി? ഓ ഇതോ, ആ കറുമ്പി പൂച്ചയെ കൊണ്ട് പറ്റിയതാ. ഇരുട്ടത്ത് അതിന് പിന്നാലെ ഓടിയപ്പോ കാല് വഴുതി വീണതാ. നിന്റെ അണ്ണൻ ഇന്നലെ വന്നിരുന്നല്ലേ? ആ, തുളസിയോ? ഇന്നലെ രാത്രിയിലും ആ തെമ്മാടി വന്നിരുന്നു. ഇവിടെ ആംഗ്ല ചെറുക്കൻ വെല്ലുവിളിച്ചാ പോയത്. ഇന്ന് എന്തായാലും അവൻ ഈ കൊച്ചിനെ പിടിച്ചോണ്ട് പോകും. അമ്മയും പെങ്ങളും തിരിച്ചറിയാണ്ടായാൽ എന്താ ചെയ്യാ? അവനോട് എതിർത്ത് നിൽക്കാൻ ആവതില്ലാണ്ടായി. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇന്നിവിടെ കിടന്നോട്ടെ. ഇവിടെയാണെങ്കിൽ എനിക്ക് നല്ല സമാധാന. ഇവിടുത്തെ അടുത്ത് അവന്റെ വേലത്തരൊന്നും നടക്കില്ല. അതിനെന്താ, തുളസി ഇവിടെ കിടന്നോട്ടെ. എന്നാ ഞാൻ ചെല്ലട്ടെ, കുറച്ച് പണിയുണ്ട്. അകത്തേക്ക് നടക്കടോ. ഇരിക്കടോ. എന്ത് പറ്റി തുളസിക്കുട്ടിക്ക്? എന്തെങ്കിലും എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവില്ലേ? ഒന്ന് ഉഷാറായിരിക്കടോ. ഭഗവാനെ, ഇറങ്ങി വാടി. ഭഗവാനെ, രഘു, ഇറങ്ങിപ്പോ. പ്രശ്നം ഉണ്ടാക്കാതെ. ഇന്നിവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ പെങ്ങളെ കൊണ്ടാൻ വേണ്ടി നിന്റെ വന്ന് എനിക്ക് എന്തിനാണ്? നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്? ഭഗവാനെ, അയ്യോ ഭഗവാനെ. ഭഗവാനെ, അയ്യോ മോളെ തുളസി, മോളെ മോളെ മോളെ, അയ്യോ ഭഗവാനെ. മോളെ തുളസി.